ഹായ് ഗായ്സ്, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പം ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ കംപ്ലീറ്റ് കുളവാകുന്ന ഒരു ഏരിയയാണ് ഐബ്രോ ഫില്ലിംഗ് എന്ന് പറയുന്നത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ പിള്ളേച്ചിൻ്റെ പിരികം എന്നൊക്കെ കേൾക്കേണ്ടി വരും. ഐബ്രോസ് തെറ്റിയാൽ ശരിയാക്കാനും വലിയ ഈസി ഒന്നുമല്ല, ഭയങ്കര പാടാണ്. ഞാനിവിടെ മാഴ്സിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിനകത്ത് തന്നെ ഒരു ബ്രഷ് ഉണ്ടാകും, ഐബ്രോ ഫില്ലിംഗ് ഒരു ബ്രഷ് ഉണ്ട്. അത് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കട്ടിയിൽ അങ്ങോട്ട് എഴുതാൻ പാടില്ല. അതുപോലെ ഡാർക്ക് ബ്ലാക്ക് വെച്ച് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഐബ്രോ സ്റ്റാർട്ടിങ് എടുത്ത കളർ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു ഷെയ്ഡ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കായിട്ട് ചെയ്യാനും പാടില്ല. എഡ്ജിൽ നമുക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഐബ്രോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഐബ്രോൻ്റെ ഡയറക്ഷനിൽ തന്നെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ കുളമായി പോകും കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.